ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കൂടുതൽ ഇടപാടുകളിൽ ഇഡി അന്വേഷണം. സ്വർണം വേർതിരിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സംഘത്തിന്റെ സഹായത്തോടെയെന്ന് സൂചന. ശബരിമലയ്ക്ക് പുറമെ കേരളത്തിന് പുറത്തുള്ള ചില ക്ഷേത്രങ്ങളിലെയും സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ വേർതിരിച്ചതായി ഇഡിക്ക് വിവരം ലഭിച്ചെന്നാണ് സൂചന. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ ഈ കാര്യത്തിൽ കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിലെയും സ്വർണം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കേരളത്തിന് പുറത്തല്ല ഒരു അന്തർ സംസ്ഥാന രീതിയിൽ ആസൂത്രണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്ലാനിംഗ് ഒക്കെ നടന്നിട്ടുണ്ടോ എന്ന സൂചന ഇതിലുണ്ടോ? ഗുഡ് മോർണിംഗ്. ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് സ്മാർട്ട് ക്രിയേഷൻസ്. ചെന്നൈയിലെ ആ സ്ഥാപനം സ്വർണം വേർതിരിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിൽ എന്ന് ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിന് ഇടപാടുകളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ഇഡിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയ പരിശോധനയിൽ 100 ഗ്രാമോളം സ്വർണം കണ്ടെത്തിയിരുന്നു. അത് കണക്കിൽപ്പെടാത്ത സ്വർണമാണെന്നാണ് ഇഡിയുടെ വിവരം. അതോടൊപ്പം തന്നെ ചെന്നൈ, ബംഗളൂരു, ശിവകാശി പോലുള്ള മേഖലകളിൽ നിന്നുള്ള ചില ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സ്വർണം അവിടെ എത്തിച്ച് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഈ ശബരിമലയിലെ സ്വർണം വേർതിരിച്ചെടുത്തത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സംഘമാണെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തടക്കം സംശയിക്കുന്ന ഒരു കേസാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേത്. അതിന് പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഇഡി കണക്കാക്കുന്നത് SIT കണക്കാക്കിയത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. ആ പശ്ചാത്തലത്തിലാണ് അവരുടെ മറ്റിടപാടുകൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്താൻ ഇഡി നീങ്ങുന്നത്. അതൊരു പക്ഷേ ഈ അവശേഷിക്കുക, അതായത് 4147 ഗ്രാം സ്വർണം ഈ രണ്ടിടപാടുകളിലായി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്ക്. അതിൽ 467 ഗ്രാം മാത്രമാണ് വീണ്ടെടുക്കാനായത്. ബാക്കി സ്വർണം വീണ്ടെടുക്കുന്നതിന് ഈ സ്മാർട്ട് ക്രിയേഷൻസ് കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണം ഏറെ നിർണായകമാകുമെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഇഡി കടക്കുന്നത് ഈ കേസിലെ മറ്റു പ്രതികളായ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ പത്മകുമാർ, വാസു, മുരാരി ബാബു തുടങ്ങിയ ആളുകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടിയിലേക്ക് ഇഡി കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ 1,03,00,000 രൂപയുടെ സ്വത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയ സ്വത്ത് 8 വസ്തുക്കളായി കെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ, അതായത് ഈ സ്വർണ്ണക്കൊള്ളക്ക് തത്തുല്യമായ അളവിലുള്ള സ്വത്ത് ബാക്കി പ്രതികളുടെ കൂടി കണ്ടെത്താൻ വേണ്ടി ഇഡി കടക്കുകയാണ്. അതിവേഗ നടപടിയിലേക്ക് ഇഡി പോകുന്നു. അതൊരൽപ്പം CPM-നെ സംബന്ധിച്ച് ഒരൽപ്പം പ്രതിരോധത്തിലാക്കുന്ന നീക്കം കൂടിയാണ് ഇഡിയുടേത്. ഇനി അടുത്തത് ഇഡി കസ്റ്റഡിയിൽ വാങ്ങി പ്രതികളെ ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്ക് കടക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.